हरे कृष्णा सर्वं कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിന് ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. അമ്മേ പിന്നെ അത് ബാക്കിൽ ഒരാളുടെ അവർക്ക് കൊടുത്തിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പം തന്നെ ഇരിക്കാ ഒരു ഫുഡ് നമ്മൾ ഇറങ്ങിയപ്പം തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഹരേ കൃഷ്ണ. ഇന്നിവിടെ ചെന്നൈയിൽ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര മഴയാണ്. അപ്പം നമുക്ക് സ്ഥിരം വരുന്ന ഓട്ടോക്കാരുണ്ടായിരുന്നു, ആ ഓട്ടോക്കാരെ 2 പേരുണ്ട്. അപ്പോൾ 2 പേരെ ഞാൻ വിളിച്ചു നോക്കിയപ്പോഴേക്ക് കിട്ടാതെ ആയപ്പോഴേക്കും ഞാനിങ്ങനെ ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പം ഒരു അച്ഛൻ 2 വീലർ ഓടിച്ച് വന്ന് റോഡിലുണ്ടായ കുഴിയിലങ്ങ് വീണു. അമ്മ ഞാൻ ഓടി ഒന്ന് പൊക്കിയെടുത്ത് ആ പാവത്തിന്. ആകെ ടെൻഷനായിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് എന്താ പറയാല്ലേ, അതുകൊണ്ട് മഴയത്തൊക്കെ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക. ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആരുടെയൊക്കെ പേരിലാണ് അന്നദാനം എന്നുള്ളത് വിളിച്ചിട്ട് എനിക്ക് 2 പേരെ കിട്ടിയിട്ടുള്ളൂ, 2 പേര് കിട്ടിയിട്ടില്ല. അപ്പം ഇന്നത്തെ അന്നദാനം നമുക്ക് ബാലകൃഷ്ണൻ നമ്പ്യാറിൻ്റെ വക 21 അന്നദാനം, സുനിൽകുമാറിൻ്റെ വക 1 അന്നദാനം, വസുധ 18 അന്നദാനം, ശിവൻ 31 അന്നദാനം. ഇത്രയും പേരുടെ അന്നദാനമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ, രാവിലെ അതേപോലെ 6:30. ഇന്ന് രാവിലെ എനിക്ക് വർക്കിന് പോകേണ്ടി വന്നു, അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ എന്താ വിശേഷം? എന്താണ് എല്ലാവരും ഒരു ശോകമൂകരായിട്ടിരിക്കുന്നത്? എല്ലാവർക്കും ഒരു സൈലൻസ് ഉണ്ടല്ലോ. ഞാനോ തൊണ്ടവേദന കാരണം മിണ്ടാതിരിക്കുന്നു. നിങ്ങളും ഇങ്ങനെ ആയാലും എന്താ ചെയ്യുക? ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ ഇന്ന്, ഒരു രക്ഷയുണ്ടായില്ല. സോമൻ പ്രഭു, എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്, അപ്പം സൗണ്ട് ഒരല്പം കുറവാണ്, ക്ഷമിക്കണം. ഇവിടെയും നല്ല മഴ. ഇപ്പോൾ ഒന്ന് വലിയ കാറ്റടിച്ച് ചുമ്മായില്ലേ, വലിയ കാറ്റങ്ങ് അടിച്ചു. വലിയ കാറ്റെന്ന് പറഞ്ഞാൽ ജമ്മു കൊടുങ്കാറ്റ് പോലത്തെ കാറ്റടിച്ചു. ആ കാറ്റും കഴിഞ്ഞ് നല്ല ഗംഭീരമായിട്ടൊരു മഴ അങ്ങ് പെയ്തു. അതുകൊണ്ട് ചൂട് അല്പം കുറഞ്ഞു. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? നല്ല ടാസ്ക് ആയിരിക്കും മിക്കവാറും, കാരണം 1072 ഭക്ഷണവും കൊണ്ട് പോവാം നമ്മൾ. മഴ പെയ്തുകൊണ്ട് ഇവരൊക്കെ എവിടെ പോയി എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഒരു രക്ഷയുണ്ടാവില്ല. അതെ, കണ്ടിന്യൂസ് ആയിട്ട് ഡബിങ് വന്നപ്പോഴേക്കും വേദന വന്നു മാറും. അതാ പിന്നെ രാവിലെ ക്ലാസ് എടുക്കാത്ത. ക്ലാസ്സും വർക്കും കൂടി ആകുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും.
അവിടെ മഴയാണോ നാട്ടില്? ഇന്ന് നമ്മുടെ അന്നദാനത്തിൻ്റെ കുക്ക് ആരായിരുന്നു എന്നറിയോ? ഇന്ന് നമ്മുടെ അന്നദാനത്തിന് എന്താണെന്നറിയോ നമ്മളിപ്പോൾ കൊടുക്കുന്നത്? എന്താ നമ്മൾ കൊടുക്കണേന്നറിയോ? ഇപ്പം ഇഡ്ലിയും വടയും. ഗുരുകുലം ക്ലാസ് ദിവ്യ, മാതാജിയെ കോണ്ടാക്ട് ചെയ്യണം. മാതാജി ഇന്ന് ഇഡ്ലി, വട, ചട്നി, സാമ്പാർ, വെള്ളമൊക്കെയാണ്. 5 ഇഡ്ലി വെച്ചിട്ടാണ് ഇന്ന് കൊടുക്കുന്നത്. 5 ഇഡ്ലി, വട, 2 തരം ചട്നി, സാമ്പാർ. ഇന്ന് അന്നദാനത്തിൻ്റെ കുക്ക് ആരാന്നറിയാമോ? ബിന്ദുമ്മ പറയും. എത്ര ഇഡ്ലി ഉണ്ടാക്കി നമ്മൾ? 323 360 എണ്ണം. 360. നമ്മൾ 360 ഇഡ്ലി ഉണ്ടാക്കി. കൈയൊക്കെ നന്നായിട്ട് ചുട്ട് പൊള്ളി ശരിയായി. ഇല്ല, ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല മാതാജി. ഞാൻ നല്ല ടയർഡാണ്. രാവിലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഇഡ്ഡലി മാവ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ദോശമാവ് ഇഡ്ഡലി ഉണ്ടാക്കി. 360 ഇഡ്ഡലി ഉണ്ടാക്കി. ലക്ഷ്മി ആൻറ്റിയെ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിച്ച് നമ്മുടെ പ്രിയ ചേച്ചിയും മഹേശ്വരി ചേച്ചിയും ഞാനും കൂടെ ഇരുന്ന് അതെല്ലാം പാക്ക് ചെയ്ത് അപ്പോഴേക്കും ബിന്ദുമ്മ ചട്നി അരച്ച് ഞാനുണ്ടാക്കി ദിവ്യെന്ന്. നമ്മുടെ ലക്ഷ്മി ആൻറ്റീനോട് ഒരു ഇഡ്ഡലി പാത്രം മേടിച്ചു. മഹേശ്വരി ചേച്ചിയോട് ഇഡ്ഡലി പാത്രം മേടിച്ചു. നമ്മുടെ ഇഡ്ഡലി പാത്രം. അങ്ങനെ 360 ഇഡ്ഡലി ഉണ്ടാക്കി. ഇന്ന് കുക്കില്ല, അവിടെ ഉണ്ടാക്കി. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? സാരല്ലേ പ്രീതമ്മ, കാരണം മെനയാമ കൊടുക്കാനുണ്ടായ അന്നദാനമൊക്കെ പെൻഡിങ് ആണേ. ആൾക്കാർ വിചാരിക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പൊന്നമ്മ മുത്തച്ഛി ധൈര്യമായിട്ടിരിക്കും, ടെൻഷൻ ആവണ്ട കേട്ടോ. അഭിരാജേ, ഞാനാണ് അഭിരാജാണ്. 3 പാത്രത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് എടുത്തിട്ട് ചടപടയെന്നും പറഞ്ഞിട്ട് രക്ഷയില്ല. ചേച്ചി ലക്ഷ്മി ആൻറ്റി എല്ലാം പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. എല്ലാവരും കൂടെ നമ്മുടെ വീടിൻ്റെ ഹോളിൽ വന്നിരുന്ന പാക്കിങ് അങ്ങ് തുടങ്ങി. ഇല്ല, അതിന് വയ്യ. അമ്മ അവരുടെ കാല് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്പെല്ലിംഗ് ആയിട്ട് കാലിങ്ങനെ തറയിൽ കുത്താൻ പറ്റില്ല. അതുപോലെ എന്താ പറയുക, വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഫ്രാക്ചറായിരിക്കല്ലേ. അപ്പം പിന്നെ നമ്മളതിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എല്ലാവരും കൂടി അങ്ങ് ചവിട്ടിപ്പിടിച്ചു അങ്ങോട്ട് ചെയ്തു. ഇനി ഒന്ന് പോയി കിടന്നാ മതിയുന്നുണ്ട്. വയ്യ എനിക്ക് കിടന്നാൽ ഞാനിപ്പോൾ വിട്ട് ഞാനിപ്പോൾ ഉറങ്ങിപ്പോവും. നല്ല ഉറക്കം. 3 പാത്രത്തിൽ വെച്ചിട്ട് 4 തട്ട് വെച്ചിട്ട് അങ്ങോട്ട് പെടപെടച്ചു അല്ലേ. അത് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ഒഴിക്കുമ്പോഴേ കുറച്ച് എണ്ണ തടവി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡ്ഡലി വരും നമുക്ക്. കുഴപ്പമില്ല. തുണി വെച്ചിട്ട് തുണിയുടെ മേളിൽ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് വരും. അതുണ്ടാക്കി ഒന്നും നോക്കിയില്ല, കുക്കിനെ ഒന്നും കാത്തുന്നില്ല. വേണമെങ്കിൽ ചക്ക വേരിലും കാണിക്കുന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അവർക്ക് മഹേശ്വരി ചേച്ചിക്കും പിന്നെ ചേച്ചിക്കൊക്കെ നമ്മൾ കുക്കിനൊക്കെ കൊടുക്കുന്നത് അങ്ങ് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. ലക്ഷ്മി ആൻറ്റിക്കൊക്കെ അവർ വാങ്ങുന്നില്ല, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ പിടിപ്പിച്ചു.
നോക്കിയിട്ട് എവിടെയെങ്കിലും ഉണ്ടോന്ന്. നമുക്ക് വേഗം കൊടുത്ത് വേഗം കൊണ്ടുവന്നു. അങ്ങനെ കുക്കായിട്ടല്ല, നമ്മളങ്ങോട്ട് ചെയ്യന്നെ. നമ്മൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ ഒന്നും നടക്കലുണ്ടാവില്ല. അപ്പോൾ നേരെ ഡബിങ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന മാവും വാങ്ങി വന്ന് ഉണ്ടാക്കലങ്ങ് തുടങ്ങി. 35 കിലോ മാവ് മേടിച്ചു, അങ്ങ് തുടങ്ങി. പിന്നെ കുറച്ച് മാവ് നമ്മൾ മഹേശ്വരി ചേച്ചി അരച്ച് വെച്ചെടുത്തു. നാളികേരവും തിരുമ്മി, നമ്മുടെ തക്കാളിയും കാഷ്യൂനട്ടും എല്ലാം കൂടിയിട്ടിട്ട് അങ്ങോട്ട് ഡീപ്പായിട്ട് വഴറ്റി മിക്സിയിലടിച്ച് സാമ്പാറും ഉരുളക്കിഴങ്ങെല്ലാം കൊടുത്ത് സാമ്പാറും ഉണ്ടാക്കി പണി തീർത്തു. മഴ ഇപ്പോൾ പെയ്തിരുന്നു, പക്ഷെ ഇവിടെയൊന്നും പെയ്തിട്ടില്ല. നമ്മുടെ അവിടെ ആ ഏരിയയിൽ പെയ്തിട്ടുണ്ടായിരുന്നു മഴ. നമ്മൾ ഉണ്ടാക്കുന്നതല്ല പാട്, ഈ പാത്രങ്ങൾ കഴുകാനാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്. ബിന്ദമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രത്തിനെ വെളുപ്പിച്ചൊക്കെ തരും. ബിന്ദമ്മയ്ക്കാണ് പാത്രം കഴുകാൻ ഇഷ്ടം. ആൾക്കാരെ കാണുന്നില്ലല്ലോ, നോക്കില്ല ആൾക്കാരില്ല. നല്ല ടേസ്റ്റ് ഇല്ല അങ്ങനെ കറി വെച്ചാൽ. സൂപ്പറായിട്ട് ഉണ്ടാക്കാം പല 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 ഡിഫറെൻറ്റ് കറികൾ. ബോറടിക്കുന്നു. ജ്യോതിക മാതാജി മഴ അങ്ങനെ നമ്മുടെ ഏരിയയിൽ ഗംഭീര മഴയായിരുന്നു. പക്ഷെ ഇവിടെയൊന്നും വലിയ മഴയൊന്നും കാണുന്നില്ല. പെയ്തില്ലെന്നല്ല പറയണം. മോരുകറി ഉണ്ടാക്കാം നമുക്ക്. മോരുകറി ഉണ്ടാക്കാനേ നാളികേരവും പച്ചമുളകും, ചെറിയ ജീരകവും ഇല്ലേ, നല്ല ജീരകം എന്ന് പറയുന്ന നല്ല ജീരകവും നാളികേരവും പച്ചമുളകും കൂടെ അരയ്ക്കാം. അരച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് തൈര് ഒഴിക്കണം. തൈര് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയിലടിച്ചിട്ട് ഇത് രണ്ടും കൂടെ ആദ്യമേ ഒന്നാക്കണം. പലരും എന്താ ചെയ്യുമെന്ന് അറിയാമോ, അത് തിളച്ച് ലാസ്റ്റ് മോരൊഴിക്കും. അങ്ങനെ ചെയ്യരുത്. നാളികേരവും പച്ചമുളകും നല്ല ജീരകവും കൂടെ അരച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്തിടണം എന്നറിയോ, ഉണക്കമുളകില്ലേ, വറ്റൽമുളക്. ഹരേ കൃഷ്ണ വെച്ചാൽ വറ്റൽമുളകും കൂടെ ഒരു 2-3 എണ്ണത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കാന്ന് പറഞ്ഞാൽ നല്ല തേൻ മാതിരി അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ആ അരച്ച മിക്സീൻ്റെ അകത്ത് ഈ തൈരും കൂടി ഇട്ടിട്ട് അരയ്ക്കണം. അതന്നെ പറഞ്ഞുതരാം. അതിങ്ങനെ ഉണ്ടാക്കണം. തൈരും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അളവിന് കറി പോലെ എത്രത്തോളം നമുക്ക് അതിൻ്റെ കട്ടി എത്രത്തോളം വേണോ അത്രത്തോളം നമ്മളത് കറക്റ്റ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് വെക്കാം. അതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പക്കയാക്കി വെക്കാം, ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾ മോരിൽ എന്താണോ ഇടാൻ ആഗ്രഹിക്കുന്നത്, അതായത് വാഴയ്ക്ക ഇട്ട് വെക്കും ചിലവർ. ഓക്കെ മക്കളെ പോയി പഠിക്കാം. ചിലവർ വാഴയ്ക്ക ഇടും, ചിലവർ വെള്ളരി ഇടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നേരത്തെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സൈസിന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പും മഞ്ഞപ്പൊടിയും
കൂടിയിട്ട് അരയ്ക്കണം. അപ്പോൾ ഈ നാളികേരം അരയ്ക്കുന്ന സമയത്ത് ജീരകവും നാളികേരവും പച്ചമുളകും ഉണക്കമുളകും കൂടിയിട്ട് അരച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടാതെ അരയ്ക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ കായ നമ്മൾ, അതായത് വെജിറ്റബിൾ വേവിക്കുമ്പോൾ നമ്മളതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേണം വേവിക്കാൻ. എന്നിട്ട് ഈ അരച്ച് വെച്ച നാളികേരം ഉണ്ടല്ലോ, മോരൊക്കെ ഒഴിച്ച് അരച്ച് വെച്ചത്, ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളയ്ക്കരുത്. തിളച്ച് മീൻസ് ഇങ്ങനെ പൊട്ടിപ്പോകരുത്. ഇങ്ങനെ തിളച്ച് തൂവാന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെ ഒന്നും ആവരുത്. അതിങ്ങനെ സിമ്മിലാക്കിയിട്ടിട്ട് ഇങ്ങനെ ഇളക്കി 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 ചൂടാക്കിയെടുക്കണം. തിളച്ച് തൂവി പൊട്ടിപ്പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം ഈ വേവിച്ച് വെച്ച വെജിറ്റബിൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. അപ്പോൾ ആ വെജിറ്റബിൾ വേവിച്ചതിൻ്റെ വെള്ളവും കൂടി ഉണ്ടെങ്കിൽ ഈ മോര് കറിയിലേക്ക് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനിടാം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ, നല്ല ജീരകം, കടുക്, കറിവേപ്പില, 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കേട്ടോ, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് താളിക്കും. ഈ കറിയിലോട്ട് ഒഴിക്കുക. അടിപൊളി മോരുകറി റെഡി ആയിരിക്കും. നാളെ ഒരു പെടപെടച്ചൊക്കെ മോരുകറി സൂപ്പറായിട്ട് ചെയ്തു. അപ്പം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കതിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. പക്ഷെ ഞാനിടാറില്ല, എനിക്കിഷ്ടമല്ല. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇടുന്നവർക്കിടാം. കറിയൊക്കെ ആയതിന് ശേഷം ഇടുന്നവർക്കിടാം, അല്ലാത്തവർക്ക് വേണ്ട. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യം എന്ത് വെജിറ്റബിളാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കുക, മാറ്റി വയ്ക്കുക. നാളികേരവും നല്ല ജീരകവും പച്ചമുളകും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച് നല്ല തേൻ പോലെ അരച്ചെടുത്തതിന് ശേഷം ആ അരച്ച മിക്സിക്കകത്ത് തൈരും കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നാക്കാം. ഈ അരച്ച് വെച്ചതും തൈരും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് പാകത്തിന് ഡൈല്യൂട്ട് ചെയ്യാം. അതിലേക്ക് വേവിച്ച് വെച്ച പച്ചക്കറി ഇടാം. താളിക്കാൻ വേണ്ടി ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മോരുകറി ചൂടാവുന്ന സമയത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തിളച്ച് തൂവി പൊട്ടിപ്പോകരുത്. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, ഉലുവ, നല്ല ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് അതെടുത്തിട്ട് നേരെ എന്തിലേക്ക് ഒഴിക്കാം, കറിയിലോട്ട് ഒഴിക്കാം. മതജി നാളെ വെച്ച് നോക്കൂ. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മോരുകറി ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കതിൽ പഞ്ചസാര ഇടാം. ഓക്കെ, ട്രൈ ചെയ്തു. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോരുകറിയാണത്. പിന്നെ വഴുതിനിങ്ങ വാങ്ങിയിട്ടേ, വഴുതിനിങ്ങ നടുക്ക് ഇങ്ങനെ നടു കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടേ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 തക്കാളി, പിന്നെ നമ്മുടെ മഞ്ചരീസിൻ്റെ വെജ് ചിക്കൻ മസാല, പുറത്തുനിന്നുള്ള ചിക്കൻ മസാല അല്ല, മഞ്ചരീസിൻ്റെ വെജ് ചിക്കൻ മസാല ഇത്രയും ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ, തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ലൂസായി കിട്ടും. മിക്സിയിൽ അരച്ചെടുക്കുക എല്ലാം കൂടെ. വെള്ളം ഒഴിക്കരുത്. തക്കാളി ഉള്ളതുകൊണ്ട് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ച് കിട്ടും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ചരീസിൻ്റെ വെജ് ചിക്കൻ മസാല, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, വേണമെങ്കിൽ പച്ചമുളക് ഇടാം. എരിവുണ്ടാക്കൊരു ടേസ്റ്റാണ്. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ എന്തെല്ലാം വഴുതിനിങ്ങയിൽ പുരട്ടി വയ്ക്കാം. പുരട്ടി ഒരു 5-10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അതിന് ശേഷം ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ഏലക്ക,
ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഇത്ര ഇട്ടതിന് ശേഷം ഒരു 2 കുരുമുളകൊക്കെ വേണേ ഇടാം. ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഈ മസാല തേച്ച് വെച്ച വഴുതിനിങ്ങ റൗണ്ടിൽ അതിലേക്ക് ഇടും. എണ്ണയിലോട്ട് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ ഇങ്ങനെ പരത്തി വയ്ക്കാം. സിമ്മിലാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ 2 പച്ചമുളക് എടുത്തിട്ട് നടു വീണ്ടും കീറുക. അങ്ങനെ 4 കീറലാക്കി പച്ചമുളക് കീറിയിട്ട് നടു കട്ട് ചെയ്യാം. എന്നിട്ട് വെതറിയിടും. കുറച്ച് കറിവേപ്പില എടുത്തിട്ട് കറിവേപ്പിലയും മുറിച്ച് അതിൻ്റെ മുകളിലിടുക. എന്നിട്ട് മേളിലും കുറച്ച് വെളിച്ചെണ്ണ തൂവാം. സ്റ്റൗ സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് വീണ്ടും മറിച്ചിടുക. നല്ല അസൽ വഴുതിനിങ്ങ ഫ്രൈ കിട്ടും. ഇത് വഴുതിനിങ്ങ ഫ്രൈ ആണെന്നേ പറയില്ല. 5 ജാതി വഴുതിനിങ്ങ ഫ്രൈ കിട്ടും നമുക്ക്. അത് മാത്രം മതിയാവും ചോറുണ്ണാൻ. നാളെ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ ആരെയും കണ്ടില്ലേ ബിന്ദുമ്മേ? ഷോ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓട്ടി കയറി നടക്കും. സുജാത മാതാജി, എനിക്കൊന്ന് മെസ്സേജ് ഇടണേ. മാതാജിയുടെ അന്നദാനത്തിൻ്റെത് എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് മെസ്സേജ് ഇടണേ. മറ്റന്നാൾ കൊടുക്കാം കേട്ടോ. എനിക്ക് മാതാജിയുടെ നമ്പർ കാണുന്നില്ല മഞ്ജരീസിൻ്റെ ഫോണിൽ. ഫോൺ മാറ്റിയതുകൊണ്ടേ ഒന്ന് മെസ്സേജ് ഇടണേ. കായം ഇല്ലാണ്ട് വെക്കണം. കായം അത്രയ്ക്കും യൂസ് ചെയ്യും, സാമ്പാറിലൊക്കെ യൂസ് ചെയ്യും. എന്തായിട്ടൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെ നമ്മുടെ കയ്യിൽ മഞ്ജരീസിൽ കാശ്മീരി കായം ഉണ്ട്. ഭയങ്കര സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. എന്നെ കുറച്ച് മെതുവാക്കുങ്ക. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. 80 രൂപയുള്ളൂ. പക്ഷെ ഭയങ്കര സ്മെല്ലാണ്. അവിടെ തുറന്ന ഇവിടെ മണക്കും കാശ്മീരി കായം. 6 എണ്ണം എങ്ങാണ്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഭയങ്കര സ്മെല്ലാണ്. തക്കാളിയേ ഉള്ളൂ എന്നാ? 3 കിലോ 100 രൂപ, 30 സംതിങ്. വേണ്ട കോയമ്പേട് മാർക്കറ്റിൽ 20 രൂപ. ഇതോ 2 പേര് കിട്ടും. ഇത് നമ്മൾ കൊണ്ടു കൊടുക്കാം. நிறுத்துங்க. கொஞ்சம் பின்னாடி வாங்க. ஏன்னா மக்களுக்கு பார்க்கணும், நம்ம கொடுக்கறது. கொஞ்சம் பின்னாடி வாங்க. இந்த மாதிரி கொடுத்துட்டு പെട്ടെന്ന് വരൂ. കോയിലാണ്ട് പോളാം. വേഗം ആളുകൾ വരട്ടെ. இதோ ஒரு நிமிஷம். இந்தாங்க சாப்பாடு. ஹலோ, ஹாய், நல்லா இருக்கீங்க நீங்க? லவ் யூ, பை. അത് എൻ്റെ ഫ്രണ്ട് തോരമ്മ. ഇങ്ങനെ നിർത്തുங்க. ബിന്ദുമ്മ കൊണ്ട് കൊടുത്തിട്ട് വരും. അതിൽ നിന്ന് എടുത്തു. അമ്മ ഇതവർ വരുന്നേ. ഒരു രക്ഷയില്ല മാതാജി. അന്നദാനം കൊടുക്കാൻ പച്ചക്കറി വാങ്ങിയിട്ട് നമുക്ക് മുന്നും പിന്നും എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയോ കാണിച്ച് ഞാൻ അന്നദാനം ഒപ്പിക്കുന്നുണ്ട്. പച്ചക്കറി, കവർ, പാക്കിംഗ് മെറ്റീരിയൽ,
രക്ഷയില്ല. എണ്ണ, ഓയില്, ആ ഒരു ബാഗ് അങ്ങനെ എടുക്ക ബിന്ദമ്മേ. ഓരോന്നായിട്ട് കൊടുക്കും കേട്ടോ. ഞാൻ പിന്നാലെ വരാം. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. அம்மா இட்லி சாப்பிட்றீங்களா? இட்லி சாம்பார், இட்லி சாம்பார் வாங்கிக்கோங்க. இருங்க அம்மா, இருங்க இருங்க. அவங்க கொடுக்கும். தோ இவட கொடுக்கு. தோ தரேன். நம்ம உங்களுக்கு கொடுக்காமல நான் போக போறீங்களே. நான் போகாம கொடுக்கவே மாட்டேன். ஆமா போட்டும். பாட்டி புடவை எல்லாம் வாங்கிட்டோம். நாளைக்கு எடுத்துட்டு வரேன். சரியா? இந்தாங்க இட்லி ஒன்று போதுமா? இன்னொன்று வைக்கவா? இட்லி சாம்பார் வாங்கி வச்சிருக்கீங்க. நான் எடுத்துட்டு வரேன். நாளைக்கு எடுத்துட்டு வரேன். சரியா? கண்டிப்பா வாங்கிட்டு வரேன். சரி அம்மா. இல்லை ஆமா 2-3 நாள் நான் இல்லைம்மா, அதனால தான் கொஞ்சம் ஒர்க்கில் இருந்தேன். சரி அம்மா, நல்லா இருக்கு அம்மா. சரிம்மா, பாய்மா. கண்டிப்பா அம்மா. വാ. അത് മതിയാവില്ല. ഒരു ബാഗും കൂടി എടുക്കാം. ഒരുമിച്ച് ஆமா ஒரு பேக் எடுக்கிறதுக்கு. போலாமா? வண்டியில் போ. அம்மா இன்னொன்று வேணுமா? ஒன்று கொடுத்தேன். நானே செஞ்ச இட்லி அம்மா. அப்படியா? நான் தான் செஞ்ச இட்லி இன்னைக்கு. குக்கு வரல. சூப்பரா இருக்கா? சாம்பார் நல்லா இருக்குமான்னு தெரியல எனக்கு. சரி அம்மா, வரேன். சரி. வேற யாராவது இருக்காங்க? இங்கே லெஃப்ட் போகலாண்ணா. சரி இங்கே நிறுத்துங்க. ഇത് രണ്ടും കൂടി ഒന്നാക്കാം. അത് ഇങ്ങോട്ട് എടുത്തേക്ക്. രണ്ടും കൂടി ഒന്നാക്കണം. யாரு? என் கூட இருந்த அம்மா தானே. அவங்க ஊருக்கு போயிருக்காங்க, வருவாங்க. தோ ஆமா. ஐயோ நாராயணா, என்னத்துக்கு சொல்றேன் அந்த கதையே. குருவாயூர். ஆமா திமிரு அது வாலு. தாத்தா இட்லி சாம்பார் சாப்பிட்றீங்களா? വണ്ടി സൂക്ഷിച്ച് വരൂ ബിന്ദുമ്മേ, വരൂ. ആ സൈഡ് താ, ഞാൻ പിടിക്കാം. എനിക്ക് പിടിക്കണ്ട. ഒരു സൈഡ് എനിക്ക് പിടിക്കാം. ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. മറ്റേത് ഒറ്റയ്ക്ക് പിടിച്ചാൽ ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ ചേച്ചി അവിടെ. ഭഗവാനെ മുരുക, ആണ്ടവനെ.
அம்மா இட்லி சாம்பார் சாப்பிட்றீங்களாம்மா? இட்லி சாம்பார் വാ, വേഗം വേഗം വരൂ ബിന്ദുമ്മേ. പട്ടിയെല്ലാം ഇരിക്കുന്നു. താത്ത താത്ത കൊടുക്കും. അവിടെ വെച്ചാൽ മതി. അവിടെ വെക്ക്. അവിടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ. അപ്പാ இட்லி சாம்பார் சாப்பிடுங்க. இட்லி சாம்பார் எடுத்துக்கோங்க. இட்லி சாம்பார். ബിന്ദുമ്മേ. അണ്ണാ അണ്ണാ വെച്ചോ വെച്ചോ വെച്ചോ. അവരെടുക്കും. ഇതോ നിൽക്കി നിൽക്കി. എന്താങ്ങ അപ്പ വേറെ யாராவது വരുമാ? ഒന്ന് പോതുമാ? ഇഡ്ഡലി കൊടുക്കവാമ്മ? ഈ അമ്മയ്ക്ക് ഒരു കൈയില്ല പാവം. ഒന്ന് പോതുമാ അമ്മ? ഇനി ഒന്ന് വേണം. വരേ. ഇഡ്ഡലി അമ്മ, ഇഡ്ഡലി സാമ്പാർ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആ അമ്മയ്ക്കൊരു കൈയില്ല. എന്നിട്ടും ആ അമ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂ കെട്ടി വയ്ക്കും. ഇവിടെ കൊടുക്ക് ബിന്ദമ്മ. ഈ ചേട്ടൻ ആ ഇഡ്ലി സാമ്പാർ. എങ്ക അക്കാ കാണാ? அப்படியா? വരണ്ണ. ആ ചേട്ടന് സുഖമില്ലാത്ത ചേട്ടനാണ്. പാട്ടി ഇഡ്ലി സാപ്പിടുങ്ക. ബിന്ദമ്മ ആ കൈ ഒന്ന് മാറ്റിക്കേ. ശരി ശരി അമ്മ. ആ കൈ മാറ്റി. പെട്ടെന്ന് പെട്ടെന്ന്. പാട്ടി ഇഡ്ലി സാമ്പാർ സാപ്പിടുങ്ക. ഹരേ കൃഷ്ണ. വേഗം വേഗം തായോ എനിക്ക്. ഇനി വേണമാ താത്ത? പോതുമാ? ഇഡ്ലി സാമ്പാർ വേണമാ? ഇതോ ആ അമ്മയ്ക്ക് കൊടുക്കാം. എടുത്തു കൊടുക്ക. അക്കാ இட்லி சாம்பார் வாங்கிக்கோங்க. சரி வரேன். தண்ணி பாட்டில் என்னம்மா? தண்ணி பாட்டில் உள்ளே இருக்கம்மா. இருக்கு இருக்கு. அங்கே ஃபுல்லாக கொடுத்தாச்சு. வேற நம்ம போகிற இடத்துல பார்த்துட்டே போகலாம். வரலாமா? வரலாம். அந்த ரோட்டில் போய் பார்த்துட்டு மெயின் ரோட்டுக்கு போகலாம். இனி எத்தனை பேக் இருக்கு? 2 ബാഗ് ഇരിക്കും. സത്യം കൈയില്ലാണ്ട് പാവം എങ്ങനെയോ പൂ കെട്ടും. പിന്നെ അവിടെ നിൽക്കുന്ന ആ വയസ്സായ മുല്ലപ്പൂ വയ്ക്കുന്നില്ലേ, അവരതൊന്നും ഓൺ ബിസിനസ് അല്ല. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും തുച്ഛമായൊരു പൈസയാണ് ഇവർക്ക് കിട്ടുക. അതാണ് അവരുടെ അവസ്ഥ. അവിടെയുള്ള ചേച്ചീനൊക്കെ എനിക്ക് അറിയുന്നതാണ്. അവരുടെ ഒന്നും സ്വന്തം കടയൊന്നല്ല. എങ്ങനെയെങ്കിലുമൊക്കെ അവരിങ്ങനെ എന്തെങ്കിലും ഒരു ഡെയിലി ഒരു 100 രൂപയൊക്കെ കിട്ടിയാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ അവർക്ക് അത്രയും ചിലവ് ചുരുങ്ങിയില്ലേ. ഓട്ടെ.
ഓരോ വഴികളിലും നമ്മളിങ്ങനെ ആൾക്കാരെ നോക്കണേ. അണ്ണാ ശിവൻ കോവിലാണ്ട പോളാമാ? നോക്കി നോക്കി നടക്കണം, എന്നാലും ആരെങ്കിലുമൊക്കെ കാണും, നമുക്ക് കൊടുക്കാൻ പറ്റും. ആൾക്കാർ ഒരു ചില ഏരിയയിൽ മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ, ചില സ്ഥലത്തൊന്നും മഴ പെയ്തില്ല. നമ്മുടെ വീട്ടിൻ്റെ ഞാൻ ക്ലാസ് എടുക്കുന്ന ഫ്രണ്ടേജ് ഇല്ലേ, അവിടെയുള്ള മാങ്ങയൊക്കെ ഞങ്ങൾ പറിച്ചു. അല്ലേ ബിന്ദുമ്മ? എത്ര എണ്ണം പറിച്ചു? ബിന്ദുമ്മ ആ പച്ചക്കായല നമ്മൾ 9 എണ്ണം പറിച്ചു, 10 എണ്ണം ടോട്ടൽ. നമ്മൾ 21 മാങ്ങ പറിച്ചു. 21 മാങ്ങ പറിച്ചു ഞങ്ങൾ. 21 മാങ്ങ പഴവും പഴുത്ത മാങ്ങയും കൂടെ പറിച്ചു. എല്ലാം ജ്യൂസ് അടിച്ചു. എന്താ ടേസ്റ്റ് എന്നറിയാം. ജ്യൂസ് അടിച്ചു. പച്ചമാങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ അച്ചാറിടാൻ. ചെല്ലുമ്പോഴത്തേക്കും ലക്ഷ്മി ആൻറ്റി അച്ചാറിട്ട് തരും, നല്ല സൂപ്പറായിട്ട്. ഇനിയും കുറച്ചുകൂടി ഉണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ. ദിവ്യ ഉണ്ടല്ലോ അതിൽ. ദിവ്യ ഇതാണ് മാർക്കറ്റ്. നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്നത് കണ്ടോ. നല്ല ടേസ്റ്റ് മാതാജി. കുറേ പറിച്ച് തിന്നു. ഇനി കുറേ അവിടെ ഉണ്ട്. ദിവ്യക്ക് ഈ സ്ഥലം വലിയ ഇഷ്ടമാണ്. പാവം അവൾ വന്നപ്പോൾ ഞാൻ ഇതിലൂടെയൊക്കെ അവളെയും കൊണ്ട് ഇങ്ങനെ നടന്നിരുന്നു സാധനങ്ങൾ മേടിക്കാൻ. ആണ് ശിവൻ കോവിൽ. ഇതോ ഒരു താത്ത നിൽക്കുന്നത് ഇതമ്മ കൊടുത്തിട്ട് വരും. ഒരെണ്ണം 2 പേര് ഇരിക്കാ. ഒരാൾ അപ്പുറത്തും ഇരിക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണം കൊണ്ടു. ഇത് 2 ഇവിടെ കൊടുത്തിട്ട് വാ. 3 പേരുണ്ട്. സൂക്ഷിച്ചു പോ ബിന്ദമ്മേ. കായെല്ലാം പത്തി എന്ത കായത്തല 10 മാ 10. കായെല്ലാം പത്തി എന്ത കായത്തല 10 മാ 10. കായെല്ലാം പത്തി എന്ത കായത്തല 10 മാ 10. കായെല്ലാം പത്തി
ఎంత కాయంతల పద్మా పద్దు കായെല്ലാം പത്തി ఎంత കായത്തല പദ്മా അവിടെ വേറൊരാൾ. കായെല്ലാം പത്തി ఎంత കായത്തല പദ്മా പദ്దు കായെല്ലാം പത്തി ఎంత കായത്തല ആ ജ്യൂസ് കടയുടെ മുന്നിൽ ഒരാളുണ്ട്. കായെല്ലാം പത്തി ఎంత കായത്തല പദ്മా പദ്దు 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 ഒന്നുകൂടെ വേണം. കായെല്ലാം പത്തി ఎంత കായത്തല പദ്മా പദ്തു കായെല്ലാം പത്തി ఎంత കായത്തല പദ്മా പദ്തു അമ്മ காயெல்லாம் பத்தி எந்த காயத்தால பத்துமா பத்து கேரளாவில் ஒவ்வொருத்தர் கான்ட்ரிபியூட் பண்ணுறது, காயெல்லாம் பத்தி கேரளாவில் ஒவ்வொருத்தர் கான்ட்ரிபியூட் பண்ணுறது. அப்போ லைவ் போட்டால் அவங்களுக்கு தெரியும்ல நம்ம கொடுக்கறது. எந்த காயத்தால பத்துமா பத்து എവിടേക്ക് കൊണ്ടുപോകണം? ആ അവിടെ காயெல்லாம் பத்தி எந்த காயத்தால பத்துமா பத்து 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 காயெல்லாம் பத்தி எந்த காயத்தால എവിടെ പോയി? காயெல்லாம் பத்தி எந்த காயத்தால பத்துமா பத்து காயெல்லாம் பத்தி எந்த காயத்தால பத்துமா பத்து അപ്പം കൈയൊക്കെ കാണിക്കുന്നുണ്ട്. காயெல்லாம் பத்தி எந்த காயத்தால பத்துமா பத்து ഇങ്ങോട്ട് വന്നേ. காயெல்லாம் பத்தி எந்த காயத்தால ഇതെന്താ ഈ തലയിൽ തേച്ച് വെച്ചിരിക്കണേ? காயெல்லாம் பத்தி எந்த ഇതെന്തത്? காயத்தால பத்துமா பத்து കരിയൊക്കെ തേച്ചു. ബാക്കിൽ അമ്പലത്തിന്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. காயெல்லாம் பத்தி எந்த காயத்தால பத்துமா பத்து 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 അല്ല, காயெல்லாம் பத்தி எந்த ഡൈ காயத்தால അടിക്കാൻ വേണ്ടിയാണോ? பத்துமா பத்து காயெல்லாம் பத்தி எந்த காயத்தால பத்துமா കാര്യം മനസ്സിലായി അളിയാ. അളിയനെ ഞാൻ കാണിച്ചു തരട്ടെ. അളിയനിപ്പം മുടിയൊക്കെ തറപ്പിക്കണം എന്ന് ആഗ്രഹമായി തുടങ്ങി. ശരി, ദോ 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 ഒരെണ്ണൻ ഒരാക്ക എന്താ കൊഞ്ചം പിന്നാടി വാങ്ങണ്ണ. ഇരുങ്ങ ഇരുങ്ങ ഓടല്ലേ, വണ്ടി ബാക്കോട്ട് എടുക്കട്ടെ. പിന്നാടി പിന്നാടി വന്നാ പോതും. அப்படியே பின்னாடி வந்துருங்க. കാണാം കാണാം. കാര്യം മനസ്സിലായാളിയ. രണ്ട് മതിയോ നോക്കി അവരോട്. അക്കാ അക്കാ ഇഡ്ലി സാമ്പാർ വാങ്ങിക്കോപ്പാ. മതിയെന്നാ? ഒന്നില്ല, രണ്ട്. ഓരോ പൊതി മതി. ஒவ்வொரு பேக்கெட்டா போதும். ஒவ்வொரு பேக்கெட்டு போதும். ஒவ்வொரு பேக்கெட்டு போதும். മൂക്ക് ബിന്ദുമേതിന് കിടക്കുന്നുണ്ടാവും ആൾക്കാരെ മഴ കാരണം. ஒருத்தர் படுத்து பின்னாடி ஒருத்தர் இருக்காங்க. கொஞ்சம் பின்னாடி எடுத்தா போதாண்ணா. അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരേട്ടാ. ഇറങ്ങല്ല ഇറങ്ങല്ല. ആരാണ്ടാ വിളിച്ചുകൊണ്ടിരിക്കണ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. നേരില്ലാത്ത പോലെ വിളിക്കണം. സാരല്ലേ സാരം.
വേണ്ട. വെള്ളടിച്ചിരിക്കുന്നു. വേണ്ട, പട്ടിണി ഇടുന്നോ? ആ വേണ്ട, തിന്നണ്ട. മദ്യപിക്കാൻ കാശുണ്ട്, പിന്നെ തിന്നാനാണ് കാശില്ലാത്ത. തിന്നണ്ട. ആ വേണ്ട, അവിടെ കിടക്കട്ടെ. ഇങ്ങനെ ഒരു 2-3 താത്താ പട്ടീസ് ഇരുന്നാങ്ക யாரையும் காணோம். எல்லாம் மழை பெஞ்ச உடனே எங்கேயும் போயிட்டாங்க. கிருஷ்ணா குருவாயூர். இதோ ஒருத்தர் படுத்துட்டு இருக்காங்க. பின்னாடி எடுங்கண்ணா, பின்னாடி எடுங்க. அப்படியே பின்னாடி எடுத்து പിന്നാടി പോകാം. പിന്നെ എത്ര പേരുണ്ട്? നിക്ക് ബിന്ദമ്മ നിൽക്കുക. இல்லை இருந்தாலும் சாப்பிடுவாங்க. ஓ கொடுத்துட்டு இருக்காங்களா? இட்லி தானே அவங்க காலையில் வச்சுக்குவாங்க. இட்லி கொடுத்தா காலையில் சாப்பிட்றதுக்காக வச்சுக்குவாங்க. இப்படிக்கே ചെല്ലു. പിന്നെ ഇഡ്ഡലിന്ന് പറഞ്ഞു കൊടുക്കേട്ടാ. ആ കിടക്കുന്നോ? அந்த பாட்டி அம்மா கொடுக்கலாமே, பூ வித்துட்டு இருக்கிறது. தோ 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 இருங்க ஒரு நிமிஷம் கொடுத்துருவா. എത്ര വേണം? சாப்பிடுங்கப்பா. അവർക്ക് നമ്മളെ അറിയാം. ആച്ചിന് ഞാൻ കൊടുക്കുന്നത് ആച്ചിന്. അതാ കൈ കാണിച്ച്. എനിക്കിങ്ങനെ കുറേ ഫ്രണ്ട്സും കിട്ടുമോ തെരുവിൽ? കുറേ അച്ഛന്മാരും കുറേ അമ്മമാരൊക്കെ ഉണ്ട്. പാവാണ്. ഇല്ല 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 പോണം. ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇല്ല. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് ചോദിക്കാം. ലൈവ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ സന്തോഷമാവും. ഇതോ ഒരു അമ്മ നിൽക്കുന്നുണ്ട്. ഇഡ്ഡലി വാങ്ങിക്കോ അമ്മ, ഇഡ്ഡലി വാങ്ങിക്കോ. എന്നാ ഇഡ്ഡലി വാങ്ങിക്കോ. ഒന്ന് പോതുമാ? ഇനി വേണമാ? അവിടെ ഇരിക്കട്ടെ. സത്യം
നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ ചോദിക്കാം, എത്രയാവുമെന്ന്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി കേട്ടോ. ആരോ ഒരാൾ തന്നത് നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അല്ലേ, അത് ഞാൻ ആരാന്ന് മെസ്സേജിൽ ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അവരെ പേര് പറയാത്തത്. അത് അടുത്ത പ്രാവശ്യം കൊടുക്കാം. അതുകൊണ്ട് ഇപ്പം ലൈവിലുള്ള ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായി. ചോദിക്കുക എത്രയാവുന്നുള്ളത്. ஒரு அம்மா பொண்ணு உட்காந்துருக்காங்க அங்கே. தோ லெஃப்டில் 2 பேர் இருக்குது. இந்தா காக்கா இட்லி. இன்னொன்று கொடுக்கவா? அக்காக்கா அது இது நீங்க வச்சுக்கோங்க, அக்கா நான் கொடுக்குறேன். அக்காக்கு ஒன்று போதுமா கேளுங்க. ஒன்று போதுமா அக்கா? இன்னொன்று வேணுமா? ஆள் வருமா? இந்தாங்க. சரி. താങ്ക് യു. എമൗണ്ട് ഞാൻ ചോദിക്കട്ടെ കേട്ടോ. കാരണം നമ്മളിപ്പം ഇത് കഴിഞ്ഞിങ്ങനെ പോകുമ്പോഴേ വെയിറ്റ് ചെയ്യണേ. ഞാൻ ചോദിക്കാം എത്രയാവുന്നുള്ളത്. നമ്മളെവിടം വരെ പോകേണ്ടി വരും എന്നറിയില്ല. ഇനി കുറച്ചേ ഉള്ളൂ. 4-5 എണ്ണം കൂടെ, 5 എണ്ണം അല്ല 3. ദൈവങ്ങളെ കേട്ട് പാക്കല വേണ്ടല്ലോ. 5 എണ്ണേ ഉള്ളൂ. ഇനി 6 എണ്ണേ ഉള്ളൂ. ഈ 6 എണ്ണം കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോണ വഴിക്ക് നമുക്ക് കൊടുത്തിട്ട് പോവാം. എത്ര രൂപയാവുന്നുള്ള നമുക്ക് ചോദിക്കാം. ചോദിക്കട്ടെ എത്രയാവുന്നുണ്ട്. ഇതോ 2 ഇല്ല. നല്ല ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പാവങ്ങളെ പോലെ തോന്നും. ഇനി ഒരു 6 ഇരിക്കണ്ണ. 6 ഇരിക്ക്. ஆமா, சிவன் பார்க் அங்கே இருக்குல்ல, சிவன் பார்க்கு அங்கே இருக்குல்ல. இதோ 2 பேர் பின்னாடி நிக்குது. ஆமா, ബാലാജി അണ്ണൻ അല്ലടാ. ബാലാജി അണ്ണന് പനി. ഒരു அப்பா உட்காந்துருக்காங்க. இல்லை வேண்டாம். சிகரெட்டு குடிச்சிட்டு இருக்காங்க. சிகரெட் வாங்குறதுக்கு காசு இருக்கு, சாப்பாடா வாங்குறதுக்கு காசு இல்லை. ബാലാജി അണ്ണന് പനിയടാ. വേലു അണ്ണൻ്റെ ഓട്ടോയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇത് വേറൊരു അണ്ണനാണ്, നമ്മുടെ അവിടെ തന്നെയുള്ളൊരണ്ണനാണ്. വേലു അണ്ണൻ ചോദിച്ചു ദിവ്യേനെ ഞാൻ വിളിച്ചപ്പം. அவங்க எப்போ வருவாங்கம்மான்னு ചോദിച്ചു. ഞാൻ ഒന്ന് വരുവാങ്ങണ്ണ. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള വീടില്ലേ, ആ മാങ്ങമരമുള്ള വീട്, ദൂരത്തിൽ പഠിത്തിട്ട് இருக்காங்கண்ணா. எப்படி கொண்டு போய் ஆமாம் நிற்க முடியாதே. അപ്പോൾ അവിടുത്തെ സർവൻ്റ് ചോദിച്ചു ദിവ്യാൻ, ഉங்கள் സിസ്റ്റർ വരില്ല? ഞാൻ പറഞ്ഞു ഇല്ല. ഇവിടെ ഒരു വീടെടുത്തിട്ട് ഇവിടെ അങ്ങ് സെറ്റിലായിക്കൂടെ അവർക്ക്? അയ്യോ, അവരന്ന് പോകുമ്പോൾ ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവരും ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടു. അത്രയും സ്നേഹമാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, അത് മറ്റേ ചേച്ചിമാരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ, അത് കാരണം. ഞാൻ പറഞ്ഞു അതെ അക്കാന്ന് പറഞ്ഞു. എപ്പോൾ വരുവാ? ഞാൻ പറഞ്ഞു വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ. നമ്മുടെ ഹൗസ് ഓണർ ആൻറ്റിയും ചോദിച്ചു, ദിവ്യ വരില്ലേ അമ്മ? ഞാൻ പറഞ്ഞു ഇല്ല ആൻറ്റി. ഞാൻ അന്ന് ദിവ്യ പോകുന്ന സമയത്ത് ഇറങ്ങി പുറത്തേക്ക് വന്നു. ഹൗസ് ഓണർ ആൻറ്റി പറയണേ, ഇറങ്ങി പുറത്തേക്ക് വന്നു. അമ്മൂനറിയാലോ എൻ്റെ കാല് തീരെ വയ്യാന്ന്. ഞാൻ പറഞ്ഞ അറിയാമെന്ന്. അപ്പോഴത്തേക്കും ഞാൻ വരുമ്പോഴേക്കും വണ്ടിയിൽ കയറിപ്പോയി. ഞാൻ പറഞ്ഞ അതെ
പിന്നെ നമ്മുടെ റൂംമേറ്റ്സ് എല്ലാവരും വന്നു, നിത്യ, അനു എല്ലാവരും എത്തി. അപ്പോൾ ദിവ്യ കിടന്ന ബെഡ് കണ്ടപ്പോൾ നിത്യ പറയുണ്ടായി, ആഹാ ദിവ്യയുടെ ബെഡാണോ അത്? ഞാൻ പറഞ്ഞു അതെ. ദിവ്യ വരുന്ന കാരണം ഒരു പുതിയ ബെഡ് കിട്ടിയിരുന്നു. അതും പറഞ്ഞാൽ അതീ ചാടി കയറി കിടപ്പുണ്ട്. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സായിട്ട് താമസിക്കുമ്പോഴേ എപ്പോഴും ഫ്ലാറ്റിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവേ. അവനവൻ്റെ സ്ഥലം നെറ്റ് പോയതാട്ടോ. സുഖമായിരിക്കുന്നു, വേഗം കിടക്കാം. ബിന്ദു അമ്മേ, ഇതെന്തോന്ന് ഇത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഡോറിനടുത്ത് ഇരുന്നിട്ട് അവിടെ റോട്ടിൽ കിടക്കും നിങ്ങൾ. ഇങ്ങോട്ടിരിക്കും. എന്തോന്ന് ഇത് എപ്പം നോക്കിയാലും ഇങ്ങനെ ഉറങ്ങി തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്നു? ഇല്ല ഇല്ലെന്നല്ല, വീണ് പോവും റോട്ടില്. കൊള്ളാലോ, പകലും കിടന്നുറങ്ങണം, രാത്രിയും കിടന്നുറങ്ങണം, എന്നിട്ട് ഉറക്കം തീരണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി കണ്ടു പിടിച്ചൊക്കെ ഇരിക്കും. എനിക്ക് അവിടെ റോട്ടി കിടക്കും. ഇതോ ഒരപ്പ പഠിപ്പിച്ചെടുക്കാൻ കയറി 3 പേര് 4 പേര് ഇരിക്കും. ബിന്ദുമ്മേ, ബിന്ദുമ്മ അതും കൊണ്ട് എവിടേക്കോ പോയി. എനിക്ക് ബിന്ദു ഒരു മിനിറ്റ് ആ ഇതാ കിടന്നിട്ടിരിക്കുന്ന ആൾക്ക് മുടിഞ്ചിരിച്ച കൊടുത്താച്ചാ അവളതാ കഴിഞ്ഞു. அண்ணா நம்ம வீட்டாண்ட வரை போகிறதுக்கு எவ்வளோ ஆகும் அண்ணா? எவ்வளோ ஆகும் அமௌண்ட்டு? இப்போ இந்த சவாரிக்கு எவ்வளோ ஆச்சு? நீ நம்ம வீட்டாண்ட இறங்கணுன்னா எவ்வளோ ஆகும் அண்ணா? 400. சரி 400. ട്രാൻസ്പോർട്ടേഷൻ. എൻ്റെ ജിപേയിലേക്ക് ഇട്ടാൽ മതി കേട്ടോ, ഞാൻ കൊടുത്തോളാം അദ്ദേഹത്തിന്. ആരാ ഇടണേന്നൊന്ന് പറയൂ. നമുക്ക് മാക്സിമം 400, 500, 600 അതിൻ്റെ ഉള്ളിലാണ് ട്രാവലിംഗ് അലവൻസ് വരെ. ഇപ്പം അണ്ണൻ 400 ചോദിച്ചിരിക്കുന്നത്. ആരാ ഇടുന്നത് 400 ട്രാൻസ്പോർട്ടേഷൻ? ഉള്ളവരിട്ടാൽ മതി കേട്ടോ, ഞാൻ നിർബന്ധിക്കൊന്നുമില്ലേ, ഇല്ലാത്തൊരു വേണം. ആരാ ഇടുന്നേ? ആരാ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പേര് പറയാമായിരുന്നു. അല്ലെങ്കിൽ ദിവ്യ മാതാജിക്ക് ഒരു മെസ്സേജ് ഇട്ട് കൊടുത്താലും മതി, ഇന്ന ആളാണ് ഇട്ടതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പേര് അടുത്ത ലൈവിൽ പറയാം ആരാ ഇടുന്നതെന്ന് വെച്ചാൽ. അമറിൻ്റെ അന്നദാനം ഉണ്ടല്ലോ അമറെ. നെറ്റില്ല അതുകൊണ്ടാന്ന് തോന്നുന്നില്ല, കാണുന്നില്ല. അപ്പോൾ ഇടുന്നവൻ ആരാന്ന് വെച്ച് ഇട്ടിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. 400 യാത്രാക്കൂലിയാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹരേ കൃഷ്ണ. നമുക്ക് നാളെ രാവിലെ ലൈവിൽ കാണാം.